സന്നിധി കപ്പ് ഓഫ് ടീയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ആപ്പിളും ഡേറ്റ്സും കൊണ്ടൊരു ചട്നിയാണ്. അല്പം എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ളൊരു ചട്നി. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അതിനുവേണ്ട സാധനങ്ങൾ: ആപ്പിള്, ഞാനിതൊരു കപ്പ് ആപ്പിൾ എടുത്തിട്ടുണ്ട്. നല്ലൊരു വലിയ ആപ്പിളായിരുന്നു. ഒരു കപ്പ് ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു 8-9 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഓയിൽ വേണം. 1 ടീസ്പൂൺ വിനാഗിരി വേണം. പിന്നെ അതിനകത്തുള്ള സ്പൈസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഇത്തിരി ജീരകപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മതി, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, ഒരു 1 ടീസ്പൂൺ തൊട്ട് 1.5 ടീസ്പൂൺ വരെ എരിവിനനുസരിച്ച് ചുവന്ന മുളക് പൊടി, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി 1 ടീസ്പൂണ്, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, പിന്നെ ഗരം മസാലയൊക്കെ സ്റ്റാർ മാതിരി ഒരു സാധനം വരത്തില്ലേ, അതിന് 2 ഇതൾ. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഈ ആപ്പിൾ ഡേറ്റ്സ് ചട്നി ഉണ്ടാകുന്നത് നോക്കാം. ഇതേ വീഡിയോയിലേക്ക് പോകാം. ഈ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ ഇഞ്ചി നുറുക്കിയതും പട്ടയും ഗ്രാമ്പും സ്റ്റാർ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് ഈ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ആപ്പിളും ഈ ഡേറ്റ്സും ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ, നമ്മൾ ഇട്ട മസാലയുടെ ഫ്ലേവർ ഒന്ന് എണ്ണയിലാകുമ്പോഴത്തേന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. നന്നായി വഴറ്റി കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇത് നന്നായി വഴന്ന് നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ. തീ സിമ്മിലിട്ടിരുന്നാൽ മതി. ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളിതിൻ്റെ പകുതി ഭാഗം നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അതായത് ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടി. നിങ്ങൾ ആദ്യം ഇതുപോലെ കുറച്ചുണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം കൂടുതലുണ്ടാക്കി നോക്കുക. വെറുതെ ആപ്പിൾ എടുത്തിട്ട് ചിലർക്ക് ഈ മധുരവും പുളിയും എരിവും ഒന്നും പെട്ടെന്ന് ഒരുമിച്ച് വരുന്ന ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ബിരിയാണിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അതും ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 5 നിമിഷം അടച്ചു വയ്ക്കുക. വീണ്ടും നമുക്കിതിനകത്ത് 1 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് മതിയേ. എന്നിട്ട് അതിനകത്ത് ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കണേ. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഈ സമയം നമുക്ക് ഉപ്പും പുളി ഇതൊക്കെ നോക്കാം. നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താൽ മതി. ചെറിയ കഷ്ണം.
ഇത് നമ്മുടെ രുചികരമായ ആപ്പിൾ ഡേറ്റ്സ് ചട്നി തയ്യാറായിട്ടുണ്ട്. നിങ്ങളിത് ചെയ്ത് നോക്കണം വീട്ടിൽ. ബിരിയാണിയോ ചപ്പാത്തിയോ ഇതിലേതെങ്കിലും പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇച്ചിരി എരി കുറച്ചാൽ മതി, തീർച്ചയായിട്ടും പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എന്നെ കമൻറ്റിലൂടെ അത് അറിയിക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ സെർവ് ചെയ്യുന്നത് നോക്കാം.